മന്ത്രിമാരും എംഎൽഎമാരും പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപവുമായി മുസ്ലിം യൂത്ത് ലീഗ്. കഴിഞ്ഞ ദിവസം ചേർന്ന യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിലാണ് ഈ നിശിതമായ വിമർശനമുയർന്നത്. മന്ത്രിമാർ പാർട്ടി നേതൃത്വത്തെ അനുസരിക്കുന്നില്ല. പേഴ്സണൽ സ്റ്റാഫ് നിയമനം അടക്കമുള്ള ഘട്ടങ്ങളിൽ യൂത്ത് ലീഗിനെ പരിഗണിച്ചിട്ടില്ല. PM ശ്രീ വിഷയത്തിലെ ആശങ്ക എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിൽ അഭിപ്രായമുയർന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രവർത്തക സമിതി യോഗം മലപ്പുറത്ത് ചേർന്നത്. വലിയ വിമർശനമാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ഈ ഒരു യോഗത്തിൽ ഉയർന്നത്. മുസ്ലിം ലീഗ് മന്ത്രിമാർക്കെതിരെയും വലിയ വിമർശനം ഉയർന്നു. പ്രധാനമായിട്ടും ഉയർന്ന ആക്ഷേപം പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ യൂത്ത് ലീഗിനെ പരിഗണിച്ചില്ല കാര്യമായിട്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് സമരങ്ങൾ ചെയ്തും പാർട്ടിക്ക് വേണ്ടി മർദ്ദനം ഏറ്റവരും ഒക്കെ ഈ ഒരു പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിന് അപേക്ഷ നൽകിയിരുന്നു. അവരെ പാർട്ടി നേതൃത്വം റെക്കമെൻഡും ചെയ്തതാണ്. പക്ഷേ അവർക്കൊന്നും നിയമനം ലഭിച്ചില്ല എന്നുള്ളത് വലിയ പ്രതിഷേധമാണ് യൂത്ത് ലീഗിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മന്ത്രിമാർ ഉപജാപക സംഘത്തിന്റെ പിടിയിലായി എന്നുള്ള നിശിതമായ ഒരു വിമർശനം തന്നെയാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്തവരെയും മർദ്ദനമേറ്റവരെയും തഴഞ്ഞു പരിഗണിച്ചില്ല എന്ന ആക്ഷേപമാണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് മന്ത്രിമാർ മുന്നോട്ട് പോകുന്നുവെന്ന കടുത്ത വിമർശനവും അവർ ഉന്നയിക്കുന്നുണ്ട്. KM ഷാജിയൊക്കെ മുൻപ് പറഞ്ഞതിൽ നിന്നും ഏറെ മാറിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. ലീഗ് MLA-മാരും യൂത്ത് ലീഗിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ആക്ഷേപവുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് യോഗത്തിൽ ചർച്ച ചെയ്തത്. കോൺഗ്രസ് MLA-മാർ അവരുടെ യുവ നേതാക്കൾക്ക് നൽകുന്ന പരിഗണനയൊന്നും ലീഗ് MLA-മാർ യൂത്ത് ലീഗിന് നൽകുന്നില്ല എന്ന ആക്ഷേപമാണ് പ്രധാനമായിട്ടും ഉയർന്നിട്ടുള്ളത്. ഇതിൽ മറ്റൊരു സംഭവവികാസമായി പറയുന്നത് PM ശ്രീയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. നേരത്തെ തന്നെ യൂത്ത് ലീഗ് ഉപസമിതിക്ക് കത്തയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ഒരു ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട്. അത് ഇത്രകാലം സമരം ചെയ്തതിന് എതിരായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നീങ്ങുന്നതിന്റെ ആശങ്കയും ഈ യോഗത്തിൽ ചർച്ചയായി. എന്നാണെങ്കിലും യൂത്ത് ലീഗിന് നമുക്കറിയാം, എല്ലായ്പ്പോഴും മുസ്ലിം ലീഗിന്റെ മുമ്പിൽ ഒരുപാട് ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത് സ്ഥാനാർത്ഥി സമയത്താണെങ്കിലും അല്ലാതെയുള്ള സമയത്താണെങ്കിലും പലതും പരിഗണിക്കാമെന്ന് ഉറപ്പ് കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്ന പതിവാണ് നേതൃത്വത്തിനുള്ളത്. പക്ഷേ ഇപ്പോൾ ഭരണത്തിലേറിയിട്ടും യൂത്ത് ലീഗിനെ അവഗണിക്കുന്ന തരത്തിലാണ് മന്ത്രിമാരുടെയും നേതൃത്വത്തിൻ്റെ നിലപാട്, പ്രവർത്തനം എന്ന തരത്തിൽ തന്നെയാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തക സമിതി യോഗത്തിലെ പ്രധാനമായിട്ടും ഉയർന്ന വിമർശനമുള്ളത്. ഇത് സംബന്ധിച്ച് പരസ്യ പ്രസ്താവനകൾക്കൊന്നും നേതാക്കൾ തയ്യാറായിട്ടില്ലെങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ ലീഗിനുള്ളിൽ ഇത് ഒരു അമർഷം പുകയുന്ന സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. മലപ്പുറത്തും CV അനുമോദ്, News 18.